സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് ചില ആളുകളെ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാല് കണ്ടിട്ടുണ്ട്. എന്നാല് അങ്ങനെയുള്ള വ്യക്തികള് വളരെ പ്രത്യേകതകളാണ്. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അത് ജീവിതാവസാനം വരെ ആ ദേഷ്യം കൂടെ ഉണ്ടാവുകയും ചില പ്രത്യേക രാശിയിൽ ജനിച്ചവർക്കാണ് ഈ സ്വഭാവമുള്ളത്. അവരെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ അറിയാം. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ദേഷ്യപ്പെടുന്നവരും ധാരാളം ഉണ്ടാവും. പലരും ദേഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കാത്തവരാണ്. എന്നാൽ ചില രാശിക്കാർ ദേഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കും. തങ്ങളോട് തെറ്റ് ചെയ്തവരോട് അവർ ജീവിതാവസാനം വരെ ക്ഷമിക്കില്ല. അവരോട് അതേ രീതിയിൽ പെരുമാറുകയും ചെയ്യാം. ഇത്തരത്തിലെ ചില രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ രാശിക്കാരാണ് എന്ന് നമുക്ക് നോക്കാം. ഇടവൻ രാശിക്കാരാണ്. ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ജനിച്ചവരാണ് ഇതിൽ പെടുന്നത്. ഇവർക്ക് നല്ലതോ ചീത്തയോ എന്ന വേർതിരിവ് ഒന്നും കലഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ സംഭവിച്ച് അത് തങ്ങളോട് മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് പെരുമാറുന്നവരാണ് ഇവർ. നിസ്സാര കാര്യങ്ങൾക്ക് ഇവരെ വളരെ കലഹിക്കുകയും തങ്ങളോട് മോശമായി പെരുമാറിയവരുടെ കാര്യം പറയാനൊന്നുമില്ല. അവരോട് തന്നെ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിക്കുകയും മനസ്സിൽ ഉണ്ടാവുന്ന ദേഷ്യം അവരോട് ഓർത്തിരുന്ന് പെരുമാറുകയും ചെയ്യുന്ന രാശിക്കാരാണ് ഇടവൻ രാശിക്കാർ. ഇതൊരു പ്രത്യേകതയാണ് ഇടവൻ രാശിക്കാരുടെ. അടുത്തത് കർക്കിടകമാണ്. കർക്കിടകൻ രാശിക്കാരും ഇതുപോലെ കലഹിക്കുന്ന രാശിക്കാരാണ്. ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ ജനിച്ചവരാണ് ഇതിൽ പെടുന്നത്. പെട്ടെന്ന് മൂഡ് മാറ്റം ഉണ്ടാകുന്ന കൂട്ടരാണ് ഇവർ. അതുപോലെ തന്നെ ഇതിനാൽ തന്നെ ഇവരുടെ സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ പ്രവചനവും സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. തങ്ങളെ ചതിച്ചവരോടുള്ള വൈരാഗ്യം മരണം വരെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ. അതേസമയം ഏറെ സെൻസിറ്റീവുമാണ് ഈ കൂട്ടർ. അടുത്തത് കന്നി രാശിക്കാരാണ്. ഈ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലോർത്ത് വെച്ച് കലഹിക്കുന്ന പ്രകൃതക്കാർ തങ്ങളോട് തെറ്റ് ചെയ്തവരോട് മരണം വരെ മറക്കാതിരിക്കുന്നവരാണ്. ഇത്തരക്കാരോട് ക്ഷമിക്കാൻ ഇവർക്കാകില്ല. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് കലഹമുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും. ജീവിതത്തിലെ ഓരോ ചൂടും വ്യക്തമായ ആസൂത്രണത്തോടെ നീങ്ങുന്നവരാണ് ഈ രാശിക്കാര്. അടുത്തത് വൃശ്ചികമാണ്. വൃശ്ചികക്കാരും തങ്ങളോട് തെറ്റു ചെയ്തവരോട് ക്ഷമിക്കാൻ കൂട്ടാകാത്ത, അവരോട് കലഹിക്കുന്ന കൂട്ടരാണ് തന്നെയാണ്. പൊതുവെ കലഹിക്കുന്ന പ്രകൃതം എന്നും പറയാം. നിസാര കാര്യങ്ങൾക്ക് വളരെ ടെൻഷൻ അടിക്കുന്ന ഇത്തരക്കാർ പഴയ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്ന പ്രകൃതക്കാരാണ്. ഇതിൽപ്പെട്ട ക്ഷമിച്ചേക്കാം എന്ന നയം ഇവർ പിന്തുടരുകയും ചെയ്യില്ല. അപ്പോൾ ഈ രാശിക്കാരാണ് ഈ ക്ഷമ അവർക്ക് ഒരു പരിധിവരെ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അവർക്ക് തങ്ങളോട് ദോഷം ചെയ്ത അല്ലെങ്കിൽ തങ്ങളോട് തെറ്റ് ചെയ്തവരോട് അവർക്കെതിരെ എങ്ങനെയെങ്കിലും പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവരോട് പകരം വീട്ടണമെന്നുള്ള ഒരു മനസ്സിൽ ഉറച്ച ചിന്താഗതിയോട് കൂടി തന്നെ അത് മരണം വരെ തങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാതെ ഒരു രീതിയിൽ പെരുമാറുന്ന വ്യക്തി സ്വഭാവങ്ങളുള്ള രാശിക്കാരാണ് ഈ 4 രാശിക്കാരും. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.